ആദ്യം ജോലിക്ക് കയറി ചിക്കൻ ഫാക്ടറിയിൽ ജോലി നിർത്തി ഒരു CNCയുടെ വേക്കൻസി വന്നപ്പോൾ അങ്ങോട്ട് പോയി. അങ്ങോട്ടുള്ള പോക്കാണ്ടേ കാണണ. അവിടേക്കുള്ള ടിക്കറ്റ് എടുത്താൽ നമ്മുടെ അമ്മല. അവിടെ എത്തിയപ്പോഴല്ല നമുക്ക് കാര്യം മനസ്സിലായ. നമ്മളിത് നാട്ടിൽ ചെയ്ത CNCയുടെ ജോബൊന്നുമല്ല. മിഷീനൊക്കെ നമ്മുടെ വീടിൻ്റെ അത്ര ഉണ്ട്. അവിടെ എത്തി മിഷീൻ കണ്ടപ്പോൾ നമ്മുടെ ബോധം പോയി. ഇനി എങ്ങനെയും ഇത് പഠിച്ചെടുക്കാന്ന് വെച്ചപ്പോൾ അവിടുത്തെ പോലീസുകാർ പറയാൻ നമുക്ക് മനസ്സിലാവില്ല. ഫിലിപ്പീൻസ് ആണെങ്കിൽ നമുക്കിത് പറഞ്ഞു തരില്ല. അവർ വായ തുറക്കണത് ആകെ കൊണ പറയാൻ മാത്രം. നിന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഇന്ത്യക്കാരോട് ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് അത്രയും ടഫ് മെഷീനാണെന്നൊക്കെ പറഞ്ഞാൽ അവരാകെ അലമ്പ്. എല്ലാ ദിവസവും ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നമ്മളെ കൊണ്ട് ഇത് പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് എന്നും വീട്ടിൽ പോവും. സൂപ്പർവൈസർ ആണെങ്കിൽ 2 ആഴ്ച സമയം തന്നു. ഈ 2 ആഴ്ച പഠിച്ചില്ല ഇതിനെ പുറത്താക്കുമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് പോകാനാണെങ്കിൽ 5ന്റെ പൈസ കയ്യിലുമില്ലേ. ആ പറഞ്ഞ 2ാമത്തെ ആഴ്ച തുടങ്ങിയിട്ടാ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് ഉറപ്പിച്ച് റീസൈനേറ്റർ ചെയ്തിരിക്കുമ്പോഴാട്ടാ ഈ ഒരു വീഡിയോ കാണണ. പിന്നീട് അങ്ങനെയുള്ള ഓരോ ദിവസവും ആ ജോലിക്ക് വേണ്ടിയുള്ള എന്റെ കഷ്ടപ്പാടായിരുന്നു. നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നവർ പറഞ്ഞ സ്ഥിതിക്ക് അത് ചെയ്ത് കാണിക്കാനുള്ള ഒരു വാശിയും വന്നു. ഈ പഠിത്തം ഞാൻ കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു നിലയിലെത്തിയാണ്. ദൈവദൂതരെ പോലെ കമ്പനിയിൽ എനിക്ക് സഹായിക്കാൻ കുറച്ച് സഹായികളെ കിട്ടിയിട്ടാ. ആദ്യമായിട്ട് CNC പഠിപ്പിച്ച മഹേഷ് ഏട്ടനും ചെക്കിലുള്ള രാജീവും അവരുടെ സമയം കളഞ്ഞ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നുട്ടാ. പിന്നെ രാവും പകലും ഊണും ഉറക്കം കളഞ്ഞൊരു പഠിത്തായിരുന്നു. കഷ്ടപ്പാടിനോടില്ല ഞാൻ നേടിയെടുത്തത് ഇവിടത്തെ എന്റെ ജോലി മാത്രല്ല കേട്ടാ, എന്റെ നാടിന്റെ അഭിമാനം കൂടിയാ. അതേടാ ഇന്ത്യക്കാരനാ, നീ പറഞ്ഞ ഇന്ത്യക്കാരൻ. ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാൻ മനസ്സിലാത്ത മലയാളി, നല്ല പച്ച മലയാളി.